സംഗീതം ഒരു ജനകീയ കലയാവുന്നത് എന്തുകൊണ്ടാണ്? കുങ്ഫു എന്ന് പറയുന്നത് മാർഷൽ ആർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രസിദ്ധ നടൻ ഇർഫാൻ ഖാൻ, അദ്ദേഹം നമ്മുടെ കൂടെയില്ല. അവിടെ MT ഉപയോഗിച്ചിരിക്കുന്ന ക്രാഫ്റ്റ്, ഇതിന്റെ മാസ്റ്ററാണ് ദേവരാജ മാഷ്. കല ആസ്വാദനത്തിന് പല തലങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തലം നമ്മൾ ആസ്വദിക്കുന്ന കലാസൃഷ്ടിയുടെ അനുഭൂതി നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഫീല്. അതിന് വലിയ മനസ്സിലാക്കലിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് കലയെ മനസ്സിലാക്കി ആ കലാസൃഷ്ടിയെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിനൊരു പരിശീലനം ആവശ്യമാണ്. കല നമ്മൾക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മളത് ആ ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ തലം. ഇപ്പോൾ ഉദാഹരണം സംഗീതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സംഗീതം ഒരു ജനകീയ കലയാവുന്നത് എന്തുകൊണ്ടാണ്? സംഗീതത്തിൽ നമ്മളൊരു ഉദാത്തമായൊരു സംഗീത കലാസൃഷ്ടി, ഒരു കോമ്പോസിഷൻ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മളത് കേവലമായ നമ്മുടെ ആസ്വാദനം, അതിൻ്റെ ഫീൽ കൊണ്ട് നമ്മൾ ആസ്വദിക്കുന്നതും അത് മനസ്സിലാക്കി ആസ്വദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ നേർത്തതാണ്. അതായത് വലിയ വാല്യൂ അഡീഷൻ ഒന്നും മനസ്സിലാക്കി ആസ്വദിക്കുന്നതും വളരെ കേവലമായിട്ട് നമ്മൾ അതിൻ്റെ ഫീൽ കൊണ്ട് ആസ്വദിക്കുന്നത് തമ്മിൽ വലിയ വാല്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് സംഗീതം ഇത്രയും ജനകീയ കലയായിട്ട് നമ്മൾ ആൾക്കാരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മൂന്നാമതൊരു കലാസ്വാദനത്തിൻ്റെ തലം എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോസസ് ഓഫ് ക്രിയേഷൻ, ആ കലാസൃഷ്ടി ഉണ്ടാകുന്ന ആ പ്രക്രിയനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഒരു കലാകാരൻ ആ ഒരു അവതരണത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു കലാകാരനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ലഭിക്കില്ല. കാരണം അദ്ദേഹം പറയുക, അതിപ്പോൾ നടനാവട്ടെ, ഒരു സംഗീതജ്ഞനാവട്ടെ, അല്ലെങ്കിൽ ഒരു റൈറ്റർ ആവട്ടെ, അദ്ദേഹം പറയുക അത് ആ സമയത്ത് അങ്ങനെ വന്നു അത് എന്ന് പറയും. അപ്പോൾ നമ്മളതിനെ ദൈവാനുഗ്രഹമെന്നും അല്ലെങ്കിൽ ജന്മസിദ്ധമായ വാസനയെന്നും അല്ലെങ്കിൽ ഗുരുത്വം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. പക്ഷേ ഇതിനെ നമ്മൾ പുറത്തു നിന്ന് മറ്റൊരാൾ അതിനെ ആ പ്രോസസ്സിനെ അബ്സ്ട്രാക്ട് ചെയ്ത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ആണ് അവിടെ ആവശ്യം. അത് കാലങ്ങളായിട്ട് ചരിത്രപരമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പല ഫിലോസഫേഴ്സ് അത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായ ആൾക്കാർ. പിന്നെ നമ്മുടെ നാട്യശാസ്ത്രം തുടങ്ങി ഇങ്ങോട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കലാസൃഷ്ടി എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പറയുന്ന തരത്തിലുള്ള പല മീമാംസകളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളതും. ഉദാഹരണം തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സംഗീതം പഠിപ്പിക്കുന്ന മെത്തഡോളജി, ഇപ്പോൾ കർണാടക സംഗീതത്തിൻ്റെ ഒരു മെത്തഡോളജി, അതേപോലെ നൃത്തത്തിൻ്റെ മെത്തഡോളജി, അഭിനയത്തിൻ്റെ, ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ പ്രോസസ്സിനെ നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇന്നിപ്പോൾ AI നമുക്ക് പകരാനൊക്കെ സാധിക്കുന്നത് നമ്മളിങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ കൂവലിൻ്റെ ഈ എപ്പിസോഡ് നമ്മളൊന്ന് ഈ കലാസൃഷ്ടിയുടെ ഈ പ്രോസസ്സിനെ ഒരു സ്കൂൾ ഓഫ് തോട്ട്, അതിൻ്റെ ഒരു ലോജിക്കൽ കലാസൃഷ്ടി ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു അബ്സ്ട്രാക്ഷൻ കൂവലൊന്ന് ചെയ്യാൻ പോവുകയാണ്. ഈ രംഗം കാണുക. Kick me. Kick me. What was that? An exhibition? We need emotional content. Try again. ഇത് 1973 ഇറങ്ങിയ എൻറ്റർ ദ ഡ്രാഗൺ എന്ന ബ്രൂസ് ലീ ചിത്രത്തിലെ വളരെ പ്രസിദ്ധമായ രംഗമാണ്. ഇതിൽ ബ്രൂസ് ലീ തൻ്റെ ശിഷ്യനെ കുങ്ഫു പഠിപ്പിക്കുന്ന രംഗമാണ്. അപ്പോൾ കുങ്ഫു എന്ന് പറയുന്നത് മാർഷൽ ആർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ചുരുക്കം പറഞ്ഞാൽ മാർഷൽ ആർട്ടാണ് പഠിപ്പിക്കുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ കല. അപ്പോൾ കുങ്ഫുവിനെ ഒരു മാർഷൽ ആർട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. ആ കുട്ടി കിക്ക് ചെയ്യുമ്പോൾ പറയുന്നു, ഐ വാണ്ട് ഇമോഷണൽ കോണ്ടന്റ് എന്ന്. എനിക്ക് വേണ്ടത് ഇമോഷണൽ കോണ്ടന്റ് ആണ്. ഇത് തന്നെയാണ് ഒരു കലാസൃഷ്ടിയുടെ ഒരു കലാസൃഷ്ടിയിലേക്ക് മുതിരുന്നതിന് മുമ്പ് ഒരു കലാകാരന് വേണ്ട ആദ്യത്തെ വെക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അദ്ദേഹത്തിനുള്ളിൽ ആ പറയാൻ പോകുന്ന ഉള്ളടക്കത്തിൻ്റെ കലാസൃഷ്ടിയുടെ ഇമോഷണൽ കോണ്ടന്റ് അദ്ദേഹത്തിനുള്ളിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ അദ്ദേഹത്തിനുള്ളിൽ നിറയണം. എങ്കിൽ മാത്രമേ ഒരു ഉത്കൃഷ്ടമായ കലാസൃഷ്ടിക്ക് അദ്ദേഹത്തിന് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. വേറൊരു പ്രത്യേക ആ രംഗത്തിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫൈറ്റ് ആണല്ലോ. അതുകൊണ്ട് നോട്ട് ആങ്കർ, ഐ സെറ്റ് ഇമോഷണൽ കോണ്ടന്റ് എന്ന് പറയുന്നത്. I said emotional content, not anger. Now try again.
with me. അതായത് ഒരു ആർട്ടിന് പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഒരു ഇമോഷൻ്റെ ഒരു ഫീൽ അല്ല, അത് പല ലെയറായിട്ട് കിടക്കണം. എനിക്കൊരു ഇമോഷണൽ കോണ്ടന്റ് ആണ് വേണ്ടത്, ആങ്കർ അല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഏത് കലാസൃഷ്ടി നടത്തുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ കോണ്ടാക്ട് പല ലെയറായിട്ടാണ് കിടക്കുന്നത്. അത് ദുഃഖമോ ദേഷ്യമോ അല്ലെങ്കിൽ ഹ്യൂമറോ മാത്രമുള്ളൊരു കോണ്ടന്റ് അല്ല, എല്ലാം ചേർന്നുള്ളൊരു കോണ്ടന്റാണ് ഇമോഷണൽ കോണ്ടന്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഡോണ്ട് തിങ്ക്, ഫീൽ. ഇവിടെയൊന്നും ചിന്തിക്കൊന്നുമല്ല പ്രസക്തി, നിങ്ങളത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കലാസൃഷ്ടി നടത്തുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളതാണ് ആ രംഗത്തിൽ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. That's it. How did it feel to you? Let me think. Don't think. Feel. It is like a finger pointing away to the moon. Don't concentrate on the finger or you will miss all that heavenly glory. Do you understand? Never take your eyes off your opponent, even when you bow. That's it. അപ്പോൾ ഒരു കലാസൃഷ്ടിയുടെ ആദ്യത്തെ പടി എന്നുള്ളത് ആ കലാകാരൻ്റെ മനസ്സിലൊരു ലോ എൻട്രോപ്പിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇമോഷണൽ കോണ്ടന്റ് നിറയുക എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സൂര്യനെ പോലെ ഇങ്ങനെ ഊർജ്ജം സംഭരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നിന്ന് ആ ഊർജ്ജത്തിന്, ആ ഇമോഷണൽ കോണ്ടന്റിന് ഒഴുകിയേ പറ്റൂ. ഒരു ഹൈ എൻട്രോപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അത് ഫ്ലോ ചെയ്തേ പറ്റൂ. അവിടെയാണ് ഒരു കലാസൃഷ്ടിയുടെ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, ഉദാഹരണം, നമ്മൾ ഒരു അമ്മ മരിച്ചു എന്ന് പറയുന്ന ഒരു രംഗത്ത് ഒരാളെ അഭിനയിക്കാൻ വിളിക്കുകയാണെങ്കിൽ, അപ്പോൾ ദുഃഖകരമായൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ആ വാർത്ത കേൾക്കുമ്പോൾ, സാധാരണ ഒരാൾ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ, നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പെട്ടെന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അതൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആണ്. അങ്ങനെ ഉണ്ടാകുന്നൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് കല ആവുന്നില്ല. കലയാകുമ്പോൾ അതിന് പുറത്തേക്ക് വരാൻ ഒരു ലോജിക്കൽ ആയിട്ട് കൺട്രോൾ ചെയ്ത് വേണം, ഒരു സ്റ്റോറി ബോർഡിലൂടെ വേണം ആ കല. അപ്പോഴാണ് അത് ആർട്ടാവുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇമോഷണലിൻ്റെ ലോജിക്കലി കൺട്രോൾഡ് ആയിട്ട് ഒരു സ്റ്റോറി ബോർഡിലൂടെ നമ്മൾ ആ ഇമോഷനെ ലെയർ ആയിട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് അത് ആർട്ടാകുന്നത് എന്നർത്ഥം. നമുക്ക് ഈ വളരെ മനോഹരമായ ഈ അഭിനയം ഒന്ന് കാണുക. लेकिन मेरा गर्लफ्रेंड है। आपकी? हाँ। नाम क्या है उनका? ईला। ഇത് പ്രസിദ്ധ നടൻ ഇർഫാൻ ഖാൻ, അദ്ദേഹം നമ്മുടെ കൂടെയില്ല. അദ്ദേഹത്തിൻ്റെ ലഞ്ച് ബോക്സ് എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ രംഗമാണ്. അതിൽ ഒരു 40 സെക്കൻഡിൻ്റെ രംഗമാണല്ലോ. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം നമുക്ക് അതിൽ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് കാ നാം ക്യാ ഹേ എന്നാണ് ചോദിക്കുന്നത്, പേരെന്തെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഒരു ഡയലോഗ് മാത്രമേ അദ്ദേഹത്തിന് ആ രംഗത്തിന് മറുപടിയായിട്ടുള്ളൂ, ഇല്ല എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം അതിനെടുക്കുന്ന സമയം, കാരണം അദ്ദേഹം ആ ഇമോഷൻ, അദ്ദേഹത്തിനുള്ളിലുള്ള ഇമോഷനെ അദ്ദേഹം വളരെ പതുക്കെ പല ചിന്തകളിലൂടെ, പല സ്റ്റോറി ബോർഡിലൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതിനുള്ളിൽ പല മൾട്ടിപ്പിൾ ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും പ്രതിഫലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് യഥാർത്ഥത്തിൽ ആർട്ട്. ഇതിപ്പോൾ ഒരു ചെറിയ രംഗമാണെങ്കിൽ, നമ്മൾ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ വിൽ സ്മിത്ത് അഭിനയിച്ചൊരു രംഗമുണ്ട്. ഞാൻ ആ രംഗം കാണുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. വിൽ സ്മിത്ത് കോൺട്രാക്ട് തൊഴിലാളിയായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിന് ജോലി സ്ഥിരപ്പെടുന്നു എന്നുള്ള ആ വാർത്ത അദ്ദേഹം മാനേജ്മെന്റ് അദ്ദേഹത്തിന് അറിയിക്കുന്ന രംഗമാണ്. വളരെ പ്രസിദ്ധമായ രംഗമാണ്. ആ രംഗം ഒന്ന് കാണുക.
Hi, Chris. Mr. Fromm, good to see you. Nice shirt. Thank you, sir. Chris. Hey, Jay. Chris, sit down, please. I thought I'd wear a shirt today. You know, being the last day and all. Well, thank you. Thank you. We appreciate that. But, wear one tomorrow, though, okay? Because tomorrow's going to be your first day. If you'd like to work here as a broker. Would you like that, Chris? Yes, sir. Good. We couldn't be happier. So, welcome. Was it as easy as it looked? No, sir. No, sir, it wasn't. Good luck, Chris. Thank you. Thank you. Okay, sir. Oh, Chris. I almost forgot. Thank you. ആ വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹം എത്ര കൺട്രോൾഡ് ആയിട്ടാണ് പതുക്കെ ഒരു 2-2.5 മിനിറ്റ് കൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് റൈറ്റർ ആ ഇമോഷനെ പതുക്കെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നത്. ഇതാണ് ലോജിക്കലി കൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാഹിത്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൗമാരകാലത്ത് വായിച്ചൊരു നോവലാണ് കാലം, എം.ടിയുടെ പ്രസിദ്ധമായ കാലം. അത് ഞാൻ അന്ന് വളരെ കുറച്ചായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. കാരണം ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കുന്ന ഒരു ശേഷി വന്നിട്ടില്ലാത്തൊരു കാലമാണ്. അന്ന് അത് വായിക്കുമ്പോൾ അതിൽ നോവൽ തീരാൻ ഇനി 3-4 പേജേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് വായിച്ചു തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്താണ് അതിലെ അവസാനത്തെ ഒരു രംഗം അവസാനത്തോടെ അടുക്കുമ്പോൾ സേതുവാണ് കഥാനായകൻ. സേതുവിൻ്റെ ജീവിതത്തിൽ പല കാമുകിമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാമുകിയുടെ അടുത്തെത്തുകയാണ് സേതു. അപ്പോൾ ആ കാമുകി സേതുവിനോട് പറയുന്ന ഒരു രംഗമുണ്ട്, ഒരു സംഭാഷണമുണ്ട്. സേതു എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് പറയുമ്പോൾ സേതു അത് ആരുടെ പേരായിരിക്കും പറയുക എന്നുള്ള ഇതിൽ സേതു അവരെ നോക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന മറുപടി സേതുവിനെ മാത്രം എന്നാണ്. സേതു എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സേതുവിനെ മാത്രം. അത്രയ്ക്ക് സെൽഫിഷായിട്ടാണ് സേതു ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ വളരെ ഫ്രാങ്കായിട്ട് ബ്ലണ്ടായിട്ട് സേതുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഈ സംഭാഷണം വന്നതോടുകൂടി 2-3 പേജേ ബാക്കിയുള്ളൂവെങ്കിൽ പോലും ഞാൻ അവിടെ വെച്ച് അത് മടക്കി വെച്ച് വായന നിർത്തി. പിന്നീട് വായിക്കാൻ തീരുമാനിക്കുന്നു. കാരണം അവിടെ എം.ടി ഉപയോഗിച്ചിരിക്കുന്ന ക്രാഫ്റ്റ് ആ ഇമോഷൻസ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ട്രാപ്പ് ചെയ്യുന്ന പല രംഗങ്ങളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് നമ്മൾ അതിനെ ട്രാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇമോഷനെ വീണ്ടും എനർജറ്റിക് ആയിട്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കാൻ പറ്റുക. അങ്ങനെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഘട്ടമാണത്. അപ്പോൾ അതാണ് ഒരു സ്റ്റോറി ടെല്ലറിൻ്റെ ക്രാഫ്റ്റ്. എങ്ങനെ നമ്മൾ ഇമോഷനെ ട്രാപ്പ് ചെയ്ത് ലോജിക്കലി ഒരു സ്റ്റോറി ബോർഡിലേക്ക് കോർത്തിണക്കുന്നു എന്നുള്ളതാണ്. ഇത് സംഗീതത്തിലുമുണ്ട്. ഇതിൻ്റെ മാസ്റ്ററാണ് ദേവരാജൻ മാഷ്. ഇപ്പോൾ ഈ തുലാഭാരം എന്ന ചിത്രത്തിലെ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു എന്നുള്ള പാട്ടിൻ്റെ സെക്കൻഡ് സ്റ്റാൻസ് നമുക്കിത് കാണാം. പാട്ടൊന്ന് ശ്രദ്ധിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചീശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. വരികൾ ഇങ്ങനെയാണ്: മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യമാണ്. അപ്പോൾ ദേവരാജ മാഷ് ആ ചോദ്യം എന്ന് പറയുമ്പോൾ അതിനെ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. സ്വർഗത്തിൽ വന്നു നീ കരകയറ്റി ഞങ്ങൾ എന്തിനെ ഈ ദുഃഖക്കടലിലേക്ക് ഇറങ്ങി? ചോദ്യമാണ് വീണ്ടും. എന്നിട്ട് ഒരു ഹമ്മിങ് ഉണ്ട് അവിടെ. ആ ഹമ്മിങ്ങിന് തന്നെ പല ലെയറാണ്. അതായത് ആദ്യം പ്രതിഷേധം പോലെയാണ് ഹമ്മിങ് പോകുന്നത്, പിന്നീട് പ്രതിഷേധിച്ച് കാര്യമില്ല, ഒരു നിസ്സഹായതയിലേക്കാണ് ആ ഹമ്മിങ് പതുക്കെ മാറുന്നത്. ഇത് ഒരു പാട്ടിൻ്റെ വെറുതെ ഒരു മിനിറ്റ് വരുന്ന 1.5 മിനിറ്റ് വരുന്ന ഒരു ചെറിയ ഭാഗത്ത് മൾട്ടിപ്പിൾ ഇമോഷൻസിനെയാണ് ദേവരാജ മാഷ് ആ സംഗീതത്തിലൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ദേവരാജ മാഷ് ഇങ്ങനെ സംഗീതത്തിൻ്റെ പല ലെയറും ആ രീതിയിൽ
വരികൾക്കനുസരിച്ച് കൊടുക്കുന്ന ഒരു മാസ്റ്ററാണ്. ഇനി അല്ലാതെ തന്നെ പല സംഗീതത്തിനും നല്ല നല്ല ജോൺസൺ മാഷും എല്ലാം പല പല പാറ്റേൺസിലൂടെ തങ്ങളുടെ ആ സംഗീതം പോകുന്നതിൻ്റെ കാരണം അവർക്ക് ആ ഇമോഷൻ്റെ പല ലെയറുകളെ അവർ ഒരു സ്റ്റോറി ബോർഡായിട്ട് കോർത്തിണക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള മാസ്മരികമായ സംഗീതം നൽകാൻ സാധിക്കുന്നത്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലോജിക്കലി കൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇമോഷൻസ്. അപ്പോഴാണ് ആർട്ട് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് മാത്രമായി മാറും. പിന്നെ അവസാനത്തെ തലം എന്ന് പറയുന്നത്, അവസാനത്തെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എസ്തെറ്റിക്കലി ആയിരിക്കണം അതിൻ്റെ ഫ്ലോ, എസ്തെറ്റിക്കലി. അപ്പോൾ നല്ല ഭാഷ വേണം, ഒരു സാഹിത്യകാരന് വേണ്ടത് നല്ല ഭാഷ വേണം, ഒരു ചിത്രകാരന് വേണ്ടത് നല്ല ടെക്സ്ചർ, നല്ല നിറങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ, നല്ല കരവിരുത്, ഇതൊക്കെയായിരിക്കും ആ ഒരു ചിത്രകാരന് വേണ്ടത്. ഒരു പാട്ടുകാരന് നല്ല ശ്രുതി, ഒരു ഭാവം, ഇതൊക്കെയായിരിക്കും പാട്ടുകാരന് വേണ്ടത്. അത് ഓരോ നമ്മൾ പരിശീലനത്തിലൂടെ ഓരോരുത്തരും നേടിയെടുക്കുന്നതും ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു 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 ഇൻ്റർപ്രിട്ടേഷനാണ്. ഇതെല്ലാം ആർട്ടിസ്റ്റാക്കുന്ന പല തലങ്ങൾ അതിലുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് വാട്ട് ഈസ് ആർട്ട്, എങ്ങനെയാണ് ഒരു പ്രോസസ് ഓഫ് ആർട്ട് നടക്കുന്നത്. അതിന് ആദ്യം വേണ്ട തലം അതിൻ്റെ ഇമോഷണൽ കോണ്ടൻ്റ് ആണ്. രണ്ടാമത് അതിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു ലോജിക്കലി കൺട്രോൾഡ് സ്റ്റോറി ബോർഡ്. മൂന്നാമത് അത് എസ്തെറ്റിക്കലി വേണം അതിൻ്റെ പ്രയോഗം നടക്കാൻ. സോ ആർട്ട് ഈസ് an aesthetic and logically controlled flow of emotion. That is art, and art is artificial. Nano ba mauli,